നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനി വക്രഗതിയിലാണ്. ശനിയുടെ വക്രസ്ഥിതി മൂലം എല്ലാ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ നല്ല സ്വീകരണമാണ് നൽകിയത്. എല്ലാ രാശിക്കാർക്കും ശനിയുടെ വക്രസ്ഥിതി മൂലം പ്രയോജനമുണ്ടാകും. കണ്ടകശനിയെ ഭയക്കണോ? കണ്ടകശനി ഉള്ളവർക്കും മറ്റ് ശനിദോഷമുള്ളവർക്കും ഒക്കെ എന്താണ് ഇപ്പോഴത്തെ വക്രസ്ഥിതി മൂലമുള്ള ഫലം? വിശദമായിട്ടുള്ള ഫലത്തെ ഞാൻ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും കണ്ടകശനിയെ ഭയക്കണോ, കണ്ടകശനിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ അതിന് താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. അവർക്കായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ശനിയുടെ ഈ വക്രസ്ഥിതി, അതായത് ഇങ്ങനെയുള്ള മാറ്റം അനുകൂലമാണോ? കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, 5ാം ഭാവത്തിലെ ശനി തുടങ്ങിയ ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ അത് ദോഷം ചെയ്യില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇത്. കണ്ടകശനി കൊണ്ടേ പോകൂ. കണ്ടകശനിക്കാലത്ത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് പലരുടെയും ധാരണ. എന്നിരുന്നാൽ അങ്ങനെയല്ല. കണ്ടകശനിയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു. ജൂൺ 30-ാം തീയതി ശനി വക്രഗതിയിലേക്ക് നീങ്ങിയതാണ്. 4.5 മാസക്കാലം ശനിയുടെ വക്രസ്ഥിതി ഉണ്ട്. വക്രസ്ഥിതിയിൽ ശനിയുടെ ദോഷാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുമെന്ന് ഉറപ്പാണ്. ശനി ജാതകത്തിൽ ബലവാനും ഇഷ്ടസ്ഥിതി, ഇഷ്ടഭാവസ്ഥിതിയൊക്കെയുള്ള ഗ്രഹവുമാണ് എങ്കിൽ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ടകശനിയാണ്, ഏഴരശനിയാണ് എന്ന് സ്വയം പരിതപിക്കാതെ ശനി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ കൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ ശനിദോഷം ഒരു കാരണവശാലും ബാധിക്കത്തില്ല എന്ന് ഉറപ്പു പറയാം. കണ്ടകശനിയുടെയും ശനിദോഷത്തിന്റെയും ഭീതിയിലാണ് എല്ലാവരും. ശനിയെ ഭയന്നാൽ തീർച്ചയായിട്ടും ഭയന്നുകൊണ്ടേയിരിക്കും. മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശനിദോഷകാലമാണ് എന്ന് സ്വയം തോന്നിയാൽ അതിനെ ആർക്കും മാറ്റാനായിട്ട് സാധിക്കില്ല. ശനി ദോഷമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് ശനി ദോഷം ചെയ്യുകയുമില്ല. ശനി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഈ ശനിദോഷ സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് പ്രതിപാദിക്കാം. ശനി ദോഷ സമയത്ത്, ശനി ദശാകാലത്തും കണ്ടകശനി ഏഴരശനി കാലത്തുമൊക്കെ വാക്കുകളിലും പ്രവൃത്തിയിലും സത്യസന്ധത പാലിക്കുക എന്നുള്ളതാണ് ശനിയുടെ പ്രീതികരമായിട്ടുള്ള കാര്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക, കഠിന അധ്വാനം ചെയ്യുക, പരദൂഷണം, കുശുമ്പ് തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുക, അന്യരെ ഉപദ്രവിക്കാതിരിക്കുക, കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക. അങ്ങനെയുള്ളവരെ ഒരിക്കലും ശനി അലട്ടുകയില്ല എന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബത്തിലെ പ്രായമായവരെ വേണ്ട രീതിയിൽ പരിചരിക്കുകയും ചെയ്യുന്നത് ശനിദോഷ ശാന്തിക്ക് ഉത്തമമാണ്. കൂടാതെ മുതിർന്ന അംഗങ്ങളെയും പ്രധാനപ്പെട്ട ആൾക്കാർക്കുമൊക്കെ വസ്ത്രങ്ങൾ നൽകി അവരെ ആദരിക്കുന്നതും വിശേഷമാണ്. ശനിയുടെ ദോഷമുള്ളവർ നിത്യം ശനീശ്വര പ്രീതികരമായിട്ടുള്ള മന്ത്രജപം നടത്തുന്നത് വിശേഷമാണ്. ശനിയുടെ മന്ത്രത്തിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. നീലാഞ്ജന സമാവാസം രവീം പുത്രയമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. നീലാഞ്ജനക്കല്ലിന്റെ ശോഭയുള്ളവനും യമന്റെ ജ്യേഷ്ഠനും ഛായാദേവിയുടെയും സൂര്യന്റെയും പുത്രനുമായ ശനി ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. നിത്യവും പ്രഭാതത്തിൽ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം 3 പ്രാവശ്യം ഈ മന്ത്രത്തെ ജപിക്കുക. കൂടാതെ ഹരിഹരപുത്രനായിട്ടുള്ള അയ്യപ്പ സ്വാമിയെ ഭജിക്കുന്നതും വിശേഷ ഫലത്തെ നൽകും. ജ്യോതിഷപ്രകാരം ശനിയുടെ അതിദേവത ശാസ്താവാണ്. ജ്യോതിഷപ്രകാരം ശനിദോഷ ശാന്തിക്കായിട്ട് ശാസ്താ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നടത്താവുന്നതാണ്. ശനിയാഴ്ചകളിലും ജന്മനക്ഷത്രങ്ങളിലും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നീരാഞ്ജനം നടത്തുക. കൂടാതെ എള്ളു പായസം നടത്തുന്നതും വിശേഷ ഫലത്തെ നൽകും. കൂടാതെ ശനിയാഴ്ച ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതും വിശേഷമാണ്. നീലയോ കറുപ്പോ വസ്ത്രം ധരിക്കാവുന്നതാണ്. നീലശംഖുപുഷ്പം സമർപ്പിക്കുകയും നീലശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും വിശേഷമാണ്. ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതോടൊപ്പം ശനിയാഴ്ച ദിവസങ്ങളിൽ സ്വന്തം ഗൃഹത്തിൽ തന്നെ എള്ള് കിഴികെട്ടി എള്ളെണ്ണ ഒഴിച്ച് നീരാഞ്ജനം നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ഈ അയ്യപ്പ മന്ത്രത്തെ നിത്യം ജപിക്കുന്നതും ശനിദോഷ ശാന്തി നൽകുന്നതാണ്. ശനിദോഷ ശാന്തിക്കായിട്ട് മറ്റൊരു മാർഗം ഹനുമത് പ്രീതിയാണ്. ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ശനിദോഷം ഇല്ലാതാകുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ ഇന്ദ്രജിത്തിന്റെ ജനനസമയത്ത് എല്ലാ ഗ്രഹങ്ങളും അനുകൂല സ്ഥാനങ്ങളിൽ നിലനിൽക്കുവാനായിട്ട് ഗ്രഹങ്ങളെയെല്ലാം ബന്ധനസ്ഥരാക്കി എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഈ സമയത്തിൽ ശനിയുടെ രക്ഷകനായത് ഹനുമാൻ സ്വാമിയാണ്. അതിന് പ്രത്യുപകാരമായിട്ടാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവർക്ക് ശനിദോഷം ബാധിക്കുകയില്ല എന്നുള്ള വരം നൽകിയത്. കൂടാതെ നിരവധിയായിട്ടുള്ള കഥകൾ ഹനുമാൻ സ്വാമിയും ശനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്.
ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും വിശേഷ ഫലത്തെ നൽകും. കൂടാതെ വടമാല സമർപ്പിക്കുന്നതും വിശേഷമാണ്. വടമാല എന്നത് ഭക്ഷണയോഗ്യമായിട്ടുള്ള വടയല്ല, വടവൃക്ഷത്തിന്റെ മൊട്ടുകൊണ്ടുണ്ടാക്കുന്ന മാലയാണ്. കൂടാതെ ഗണപതി പ്രീതിയും ശനിദോഷത്തിന് ഉത്തമമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാർഗം നോക്കി ശനിദോഷ ശാന്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഏഴരശനി, കണ്ടകശനി തുടങ്ങിയ യാതൊരുവിധ ദോഷങ്ങളും ബാധിക്കില്ല. കൂടാതെ ഇപ്പോഴുള്ള ഈ വക്രഗതിയിലുള്ള സമയത്ത് 4.5 മാസക്കാലത്ത് വളരെ ഗംഭീരമായിട്ടുള്ള അനുഭവങ്ങൾ ശനി നൽകും, ഗുണഫലങ്ങൾ നൽകും. വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കുക. ഏഴരശനിയല്ലേ, കണ്ടകശനിയല്ലേ, ദോഷം ചെയ്യില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനി ഒഴിവാക്കുക. വിശ്വസിച്ചുകൊണ്ട് ശനിപ്രീതി വരുത്തുക. ശനിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.